2025 സാങ്കേതികവിദ്യയുടെ ശക്തിയും 25 വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം. മഴ പെയ്യുന്നു, പക്ഷേ മഴയില്ല. പക്ഷേ മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിന് പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം. ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക. എല്ലാ ദിവസവും സൗജന്യമായി. മെയ് 15 വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ. കേരളത്തിലെ തീരദേശങ്ങളിൽ അതിരാവിലെ വളരെ ചെറിയ മഴയുണ്ടാകും. ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴയുണ്ടാകും. രാത്രി കൊച്ചി, കൊല്ലം, തൃശൂർ ആ സ്ഥലങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ മഴയുണ്ടാകും. വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം, കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം, സാധാരണ മഴയ്ക്ക് പച്ച നിറം, ചെറിയ മഴയ്ക്ക് നീല നിറം എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം. രാവിലെയും അർദ്ധരാത്രിയും കേരളത്തിന്റെ മിക്ക ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകും. വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ള നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. ശരാശരി താപനില 29 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഉച്ചകഴിഞ്ഞ് പാലക്കാട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക, 32 ഡിഗ്രി സെൽഷ്യസ്. കാറ്റിന്റെ വേഗത ശരാശരി 15 കിലോമീറ്റർ ആയിരിക്കും. അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിട. 2025 സാങ്കേതികവിദ്യയുടെ ശക്തിയും 25 വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം. മഴ പെയ്യുന്നു, പക്ഷേ മഴയില്ല. പക്ഷേ മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിന് പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം. ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക. എല്ലാ ദിവസവും സൗജന്യമായി. മെയ് 15 വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ. കേരളത്തിലെ തീരദേശങ്ങളിൽ അതിരാവിലെ വളരെ ചെറിയ മഴയുണ്ടാകും. ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴയുണ്ടാകും. രാത്രി കൊച്ചി, കൊല്ലം, തൃശൂർ ആ സ്ഥലങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ മഴയുണ്ടാകും. വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം, കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം, സാധാരണ മഴയ്ക്ക് പച്ച നിറം, ചെറിയ മഴയ്ക്ക് നീല നിറം എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം. രാവിലെയും അർദ്ധരാത്രിയും കേരളത്തിന്റെ മിക്ക ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകും. വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ള നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. ശരാശരി താപനില 29 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഉച്ചകഴിഞ്ഞ് പാലക്കാട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക, 32 ഡിഗ്രി സെൽഷ്യസ്. കാറ്റിന്റെ വേഗത ശരാശരി 15 കിലോമീറ്റർ ആയിരിക്കും. അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിട.